ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നലെയാണ് തലവര എന്ന് പറയുന്ന സിനിമ കണ്ടത്. നമ്മുടെ അർജുൻ അശോകൻ്റെ. ഇവിടെ പല നടിമാരെയും പല ഭാഷകൾ പഠിപ്പിച്ച് മലയാളവും തമിഴെല്ലാം പഠിക്കുക. ആ സ്ഥാനത്താണ് നമ്മുടെ മലയാള സിനിമയിൽ ഒരു തമിഴ് പോലും അറിയാത്ത നടിക്കുള്ള നല്ലതുപോലെ തമിഴ് പറയിപ്പിച്ച് നല്ല കണ്ടൻറ്റ്, നല്ല സിനിമ. അർജുൻ അശോകൻ്റെ കരിയിലെ ഏറ്റവും നല്ല സിനിമ ആണ് തലവര. അതെനിക്ക് തിയേറ്ററിൽ കാണാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമം ഇന്നലെ ഉണ്ടായിരുന്നു. തലവര എന്ന് പറയുന്ന സിനിമ അത്രയ്ക്ക് നല്ല കണ്ടൻറ്റ്, ചിന്തിക്കാനും കരയിപ്പിക്കാനും ചിരിപ്പിക്കാനും എല്ലാം കൂടെ ചേർന്ന നല്ലൊരു ഫാമിലി എൻ്റർടൈനറായിരുന്നു തലവര. അടിപൊളി പടം, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു തലവര എന്ന് പറയുന്നത്. ഇപ്പോൾ OTT റിലീസായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കണ്ടിട്ട് കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ. അത്രയ്ക്ക് നല്ല പടം അത്. അശോകൻ നമ്മുടെ സഭ ഇവിടെ സേഫല്ല ചേട്ടാ എന്ന് പറയുന്നത് പോലെ അല്ലേ, അടിപൊളി പടം. പിന്നെ അതിൽ അശോകൻ്റെ തല്ലിലൊരു ഫാറ്റ്, അതിൽ അവരുടെ കൂട്ടുകാരി ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. പിന്നെ ഇൻ്റർവെൽ സീൻ എല്ലാം കൊണ്ടും അടിപൊളി. ക്ലൈമാക്സ് ആയാലും എല്ലാം അടിപൊളി സിനിമയായിരുന്നു തലവര. അതിൻ്റെ സംവിധായകനോട് ഒരായിരം നന്ദി പറയുന്നുണ്ട്. ഈ ഒരു നല്ലൊരു ഫാമിലി മലയാളത്തിൽ എടുത്തതിൽ അത്രയ്ക്ക് നല്ല പടമായിരുന്നു. നിങ്ങളെല്ലാവരും OTT വന്നിട്ടുണ്ട്, എല്ലാവരും കാണണം, കണ്ടിട്ട് കമൻറ്റ് ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ മോഹൻലാലിൻ്റെയും സുചിത്ര ചേച്ചിയുടെയും മോളായ മിഷ്മയുടെയും ആദ്യ സിനിമയായ തുടക്കം എന്ന് പറയുന്ന സിനിമ കൊച്ചിയിൽ പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലെല്ലാവിധ ആശംസകളും ഞാൻ നേടുന്നു. പിന്നെ അത് നല്ലൊരു സിനിമ ആകട്ടെ എന്ന് ഞാൻ പറയും. ഇതിലെനിക്ക് ഏറ്റവും കൂടുതൽ എടുത്തു പറയാനുള്ള നമ്മുടെ ആൻറ്റി ബിർബാനുടെ മോനും അതിൽ വേഷം അഭിനയിക്കുന്നുണ്ട്. അതിൽ നമ്മൾ കണ്ടതല്ലേ ലൂസിഫർ ആൻഡ് എമ്പുരാനിലെ ആ ക്ലൈമാക്സ് കുറച്ച് സീനേ ഉള്ളെങ്കിലും ചെറുക്കൻ വന്ന് കത്തിച്ചിട്ടാണ് പോയത്. അപ്പോൾ ഇത്രയും ആശം ഉള്ളൊരു പടത്തിൽ ചെറുക്കനെ കൊണ്ടിട്ടെങ്കിൽ ഒന്നും കാണാതെ കൊണ്ടിടാൻ സാധ്യതയില്ല. ചെറുക്കൻ പൊളിക്കും, എന്തുകൊണ്ടും പൊളിക്കും ഈ പടത്തിൽ. തുടക്കമെന്നാണ് ആ പടത്തിൻ്റെ പേര്. അതിൻ്റെ പൂജ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മോഹൻലാലുണ്ട്, മോഹൻലാലുണ്ട്, വിഷ്മയുണ്ട്, സുചിത്ര ചേച്ചിയുണ്ട്, ആന്റണി പെരുമ്പാവൂരുണ്ട്. ആന്റണി പെരുമ്പാവൂരിൻ്റെ ഫാമിലി എല്ലാവരും കൊച്ചിയിലുണ്ട്. കൊച്ചിയിൽ ഇപ്പോൾ ആ പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവിധ ആശംസകളും ആ സിനിമയ്ക്ക് തന്നെ.